നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തിലാണ് നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന ആ ശുഭനിമിഷം. കാരണം നമ്മുടെ എല്ലാവരുടെ ആഗ്രഹമായിരുന്നു ആ CA സച്ചി നന്ദുവും തമ്മിലുള്ള വിവാഹ നിശ്ചയം മുടങ്ങണം, അനി നന്ദുവിന്റെ കഴുത്തിൽ താലി ആർത്തണം എന്നുള്ള. അപ്പൊ കുറെ ദിവസങ്ങളായി നമ്മൾ ഇത് തന്നെ കാണുന്നത്. ഇന്ന് മുടങ്ങും നാളെ മുടങ്ങും എന്നൊക്കെ നമ്മൾ കാത്തുകാത്തിരുന്നിട്ട് ഒടുവിൽ അങ്ങനെ ആ ദിവസം വന്നെത്തുവാണ്. ആ ദിവസമാണ് നാളെ. നന്ദു ആണെങ്കിൽ മുറിയിൽ ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതിരിക്കണ സമയത്ത് നന്ദുവിന് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നേ. നന്ദു അത് നോക്കിക്കഴിഞ്ഞപ്പോ നന്ദുവിന് സന്തോഷമായി. കാരണം അവസാന പിടിവള്ളി എന്നോണം വന്നൊരു മെസ്സേജ് ആയിരുന്നത്. നന്ദു CA സച്ചിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ടൊക്കെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്ന് രണ്ട് പേരെ ചുമതലപ്പെടുത്തുകയും ചെയ്തായിരുന്നു. പോരാത്തൻ അനിക്ക് അങ്ങനെ വെറുതെ വിട്ടുകൊടുക്കാൻ പറ്റുന്ന കാര്യമായിരുന്നോ? അനിയും രാകേഷും വിഘ്നേഷും ഒക്കെ ഇതിന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു, വേണ്ടുന്ന വിവരങ്ങളൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട്. ഒടുവിൽ അവർക്ക് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിവരങ്ങളൊക്കെ കിട്ടി. CA സച്ചി ആരാന്ന്. അവൻ ഇതിനു മുമ്പ് കുറെ കേസുകളും കാര്യങ്ങളൊക്കെ അവന് മേളിൽ ഉണ്ടായിട്ടുണ്ട്. അവൻ്റെ ഒരു കല്യാണ വീരനാന്നുള്ള കാര്യങ്ങളൊക്കെ ഒടുവിൽ നന്ദുവിന് മനസ്സിലായി. നന്ദുവിന് സന്തോഷമായി. ഈ അവസാന നിമിഷത്തിലെങ്കിലും ഇതറിയാൻ സാധിച്ചല്ലോ. അങ്ങനെ നന്ദു ഫോണിലേക്ക് അതിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പോഴേക്കും നന്ദുവിനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോ ദേവേന് പറഞ്ഞു, ഞങ്ങൾ നന്ദുവിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. അപ്പം നന്ദു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കാണുമായിരിക്കും എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് പറഞ്ഞത്. അപ്പോഴേക്കും ജലജ പറഞ്ഞു, ഞാനും കൂടെ വരാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദുവിന്റെ മുറിയിലേക്ക് അങ്ങോട്ട് ചെന്നു. അപ്പം നന്ദു എന്ത് ചെയ്യുവാണ്, ഫോണിനകത്തൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ദേവേന് ചോദിച്ചു, അല്ല മോളെ, നീ ഇതുവരെയായിട്ട് റെഡിയായില്ലേ? എത്ര സമയമായി? ഞങ്ങൾ കരുതി നീ റെഡിയായി കാണൂന്ന്. ജലജ പറഞ്ഞു, ഓ, അവൾക്ക് താല്പര്യമില്ലാത്ത വിവാഹമല്ലേ, അതുകൊണ്ടായിരിക്കും അവള് റെഡിയാവാത്തെ. എങ്ങനെ റെഡിയാവാനാ? അവളുടെ മനസ്സ് വേറൊരുത്തനല്ലേ. ദേവേന് പറഞ്ഞു, നീ എന്തൊക്കെ ജലജ പറയുന്നു? ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഓ, ഞാനിപ്പോ പറഞ്ഞായിരിക്കും ഏട്ടത്തേക്ക് കുറ്റമായത്. ഏട്ടത്തേന്ന് ആലോചിച്ച് വെക്ക്. ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യല്ലേ. ദേവേന് പറഞ്ഞു, മോളെ നീ റെഡിയാവുക. ഇപ്പൊ തന്നെ ചെറുക്കനും കൂട്ടരും കൂടെ എത്തൂല്ലേ? പിന്നെ അവര് വന്നു കഴിയുമ്പത്തേനും പിന്നെ അധിക സമയമൊന്നും ഇല്ലല്ലോ, ഇനി കുറച്ച് സമയമല്ലേ ബാക്കിയുള്ളൂ. നന്ദു പറഞ്ഞു, സമയമുണ്ടല്ലോ ആന്റി, ഞാൻ ഇപ്പോൾ തന്നെ റെഡി ആയിക്കോളാം. ഇനി സാരി മാത്രം ഉടുത്താൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ നവ്യേച്ചി നയനേച്ചിയൊക്കെ വന്ന് എനിക്ക് ചെയ്തു തന്നാ. ജലജ പറഞ്ഞു, ഓ, സാരി മാത്രം ഉടുത്താൽ മതി പോലും. പക്ഷെ അതിന്റെ സന്തോഷമൊന്നും നന്ദുവിന്റെ മുഖത്ത് കാണുന്നില്ലല്ലോ. ഇങ്ങനെയൊന്നും അല്ലല്ലോ നന്ദു. കല്യാണ പെണ്ണെന്ന് പറയുമ്പോ ഇച്ചിരോടെ നല്ല പ്രസന്നതയോടെ കൂടി വേണ്ട ഇരിക്കാനായിട്ട്. ദേവേന് പറഞ്ഞു, നീ ഒന്ന് പോകാവോ ജലജ ഒന്നും പറഞ്ഞോട്ട് ജലജാന് ചീത്ത പറഞ്ഞു അങ്ങോട്ടേക്ക് വിട്ടു. അങ്ങനെ ദേവേനും നന്ദുവിനോട് പറഞ്ഞു, നന്ദു, എനിക്ക് നിന്നെ കാണുമ്പോൾ ശരിക്കും സങ്കടം വരുന്നുണ്ട്. കാരണം എൻ്റെ അനിയുടെ ഭാര്യയായിട്ട് നീ ആ വീട്ടിലേക്ക് കയറി വരണ്ട. അച്ഛനും അമ്മയ്ക്കും നല്ല വിഷമമുണ്ട്. അതാ അച്ഛനും അമ്മയും പോലും ഇങ്ങോട്ടേക്ക് വരാത്തെ. ഒരു പക്ഷെ നിന്റെ അച്ഛനും അമ്മയൊക്കെ സമ്മതിക്കുമായിരുന്നെങ്കിൽ, കനകയും ഗോവിന്ദനും സമ്മതിക്കുമായിരുന്നെങ്കിൽ ഇപ്പൊ നീ അനിയുടെ ഭാര്യയായിട്ട് ആ വീട്ടിൽ കണ്ടേനം. നന്ദു പറഞ്ഞു, അത് പിന്നെ ആന്റി, എനിക്കറിയാം നിന്റെ വിഷമം എന്താന്ന്. ആ അനാമികയെ പോലെയുള്ള ഒരുത്തിയാണ് വീട്ടിലേക്ക് കയറി വന്നേ. അന്ന് ഞാൻ അതിനൊക്കെ കൂട്ടു നിന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ എത്ര വലിയ തെറ്റാ ചെയ്തേ. ഒരിക്കലും അതിന് കൂട്ടു നിൽക്കില്ലായിരുന്നു അവളെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട്. പക്ഷെ നിന്റെ മനസ്സോ അനിയുടെ മനസ്സൊന്നും ഞാൻ തിരിച്ചറിഞ്ഞില്ല. അതിനേക്കാൾ ഉപരി എനിക്ക് നിങ്ങളെ ആരും ഇഷ്ടമില്ലായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, വേണ്ട ആന്റി, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട. ആന്റി അങ്ങോട്ടേക്ക് ചെല്ല, ഞാൻ റെഡിയായിട്ട് വരാമെന്ന് പറയണം. അങ്ങനെ ദേവയാനി അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. ആ സമയം ജലജ ഹാളിലേക്ക് വന്നിട്ട് പറഞ്ഞു, അവിടെ കല്യാണ പെണ്ണ് ഒരുങ്ങിയിട്ട് പോലുമില്ല. നിശ്ചയമുള്ള പെണ്ണാണ്. വിവാഹ നിശ്ചയത്തിന് വേണ്ടി റെഡിയായിട്ട് പോലുമില്ല. ഫോണെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നയന പറഞ്ഞു, അതെ, ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞ് നയന അകത്തേക്ക് കയറി ചെന്നു. നയന അകത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, എന്താ നന്ദു, നീ ഇതെന്താ ഇതിനായിട്ട് റെഡിയായില്ലേ? ചേച്ചി ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ റെഡി ആയിക്കോളാം. ചേച്ചി ഒന്ന് ഇറങ്ങി തന്നാ മതി. കാരണം നന്ദുവിന് ചില കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ നയനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ദേവേനി അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അപ്പം നന്ദുവിനോട് നയന പറഞ്ഞു, എനിക്കറിയാം നിന്റെ വിഷമം എന്താന്ന്. നിനക്ക് ഒട്ടും ഇഷ്ടമില്ലാതെയാണ് ഈ വിവാഹ നിശ്ചയം നടത്തുന്നതെന്ന് അറിയാം. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നന്ദു. നമ്മൾ ചില കാര്യങ്ങൾ അംഗീകരിച്ചാൽ മതിയാവുള്ളൂ. ഇവിടെ നീ ഇപ്പം വിവാഹ നിശ്ചയത്തിന് തയ്യാറായില്ലെങ്കിൽ അമ്മ എന്തേലും കടുകയും ചെയ്യും. പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? നിനക്ക് ഒരിക്കലും സ്വസ്ഥത സമാധാനം കിട്ടത്തില്ല. എനിക്കതൊക്കെ അറിയാൻ ചേച്ചി. ചേച്ചി വിഷമിക്കൊന്നും വേണ്ട. ഇന്ന് എല്ലാ കാര്യത്തിലും ഞാൻ തീരുമാനം ഉണ്ടാക്കും. എന്ത് തീരുമാനം? അതൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം. ചേച്ചി ധൈര്യമായിട്ട് പോയിക്കോ, ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നോളാം എന്ന് പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും സച്ചിയുടെ അച്ഛനും അമ്മയും അവരൊക്കെ വരുവാണ്.
അപ്പം അവർക്ക് പേടിയുണ്ടായിരുന്നു വേറെ ബന്ധുക്കാരെയൊക്കെ അധികം വിളിക്കാനായിട്ട്, അവരുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുമോന്ന്. അതുകൊണ്ട് അധികം ആരെയും വിളിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ അവരങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കനകയും ഗോവിന്ദനും എല്ലാവരും കൂടെ സ്വീകരിക്കുകയാണ്. ആ സമയം ജലജ ചോദിച്ചു, അല്ല നിങ്ങൾ ഇത്രയും പേര് മാത്രമുള്ളോ, വേറെ ആരും വന്നിട്ടില്ലേ? ഓ, ഇതൊരു നിശ്ചയമല്ലേ? അല്ലെങ്കിൽ സച്ചിക്ക് വലിയ തോതിൽ നിശ്ചയം നടത്തുന്നതിന് ഒരു താല്പര്യമില്ല, അതുകൊണ്ടാണ് ചെറിയ തോതിൽ നിശ്ചയം മതി എന്നൊക്കെ പറഞ്ഞ് അധികം ആൾക്കാരെ ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല, പിന്നെ കല്യാണം അതിഗംഭീരമായിട്ട് നടത്താലോ എന്നൊക്കെ പറഞ്ഞു. കനക പറഞ്ഞു, ഞങ്ങൾ കുടിക്കാനെടുക്കാന്ന് പറഞ്ഞ് കനക അകത്തേക്ക് കയറിപ്പോയി. ഈ സമയം നന്ദു മുറി അടച്ചിട്ടിരിക്കുമായിരുന്നു. കനക കഥയെ മുട്ടിട്ട് പറഞ്ഞു, ഇത് നന്ദൂട്ടാ, നീ പെട്ടെന്ന് റെഡിയായിട്ട് ഇറങ്ങി വാ, അവരൊക്കെ വന്നെന്ന് പറയണം. ഞാൻ ഇപ്പൊ തന്നെ വരാം അമ്മയെന്ന് പറഞ്ഞു. നന്ദു അകത്ത് നല്ല പ്രിപ്പറേഷനിലായിരുന്നു. നന്ദു സാരി ഒന്നും ഉടുക്കുമായിരുന്നില്ല. നന്ദു ആ സമയത്ത് യൂണിഫോം ധരിക്കുമായിരുന്നു. നന്ദുവിന് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഈ സമയം സച്ചിയോട് ദേവേനി അവരൊക്കെ സംസാരിക്കുന്നുണ്ട്, സച്ചിയുടെ വീട്ടുകാരോടും. ആദർശനൊക്കെയാണ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കാണെങ്കിലും ഗോവിന്ദനൊക്കെ നല്ല സന്തോഷത്തിലായിരുന്നു. സച്ചിയാണെങ്കിലോ എന്തോ വെട്ടിപ്പിടിച്ചെന്ന മട്ടിലുള്ള നിപ്പായിരുന്നു. അങ്ങനെ അവർക്ക് കുടിക്കാനൊക്കെ കൊണ്ട് കൊടുത്ത് അവരുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോഴേക്കും ഒന്നും അറിയത്തില്ലാത്ത നമ്മുടെ സച്ചി ചോദിച്ചു, അല്ല മൂർത്തി സാറും മുത്തശ്ശിയൊന്നും വന്നില്ലേ? അപ്പോഴേക്കും ജയൻ പറഞ്ഞു, വന്നില്ല, അവര് കല്യാണത്തിന് വന്നോളാന്ന് പറഞ്ഞു. പക്ഷെ സച്ചിക്ക് കാര്യം മനസ്സിലായി എന്താന്ന്. ഒരു പക്ഷെ താനും നന്ദുവും തമ്മിലുള്ള വിവാഹ നിശ്ചയം കാണാൻ ത്രാണിയില്ലാത്തോണ്ടായിരിക്കും. കൊച്ചുമാന ആലോചനയായിട്ട് വന്നല്ലേ, അതിന്റെ ഒരു വിഷമമായിരിക്കും. അല്ല അനിയെ കണ്ടില്ലോ, അനി വന്നില്ലേന്ന് ചോദിക്കുക. മനഃപൂർവ്വം ഒന്ന് താറടിച്ച് കാണിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, ഇല്ല അനി വന്നില്ല. ഓ, അല്ല അത്ര നന്ദുവിന്റെ വലിയ കൂട്ടായിട്ട് കാണാത്തോണ്ട് ഞാൻ ചോദിച്ചാ. അവൻ വരാതിരിക്കുന്നതായിരിക്കും സച്ചിക്ക് ഇഷ്ടം. കാരണം അവൻ വന്നിട്ടുണ്ടെങ്കിൽ നന്ദു ചിലപ്പോൾ അവനെ നോക്കിക്കൊണ്ടിരിക്കും. അവരുടെ രണ്ടുപേരുടെ കണ്ണിക്കണ്ണ് നോട്ടം കാണാനൊന്നും പറ്റില്ല. എങ്ങനെയാലും നിശ്ചയം കഴിഞ്ഞൊന്ന് കല്യാണം കഴിഞ്ഞാൽ മതി എന്നൊരു ചിന്തയൊക്കെയായിരുന്നു സച്ചിയുടെ മനസ്സിൽ. അപ്പോഴേക്കും സച്ചിയുടെ അച്ഛൻ പറഞ്ഞു, അല്ല വിവാഹ നിശ്ചയത്തിനുള്ള മുഹൂർത്ത സമയമായല്ലോ, പെണ്ണിനെ കണ്ടില്ല, പെണ്ണിനെ വിളിക്കാൻ പറയാണ്. ആ സമയം കനക പറഞ്ഞു, മോളെ നന്ദുവിനെ പോയി വിളിച്ചോണ്ട് വരാൻ പറയണേ. അപ്പോഴേക്കുമാണ് കഥ തുറന്ന് നന്ദു പുറത്തേക്ക് ഇറങ്ങുന്നത്. നന്ദു യൂണിഫോമിലായിരുന്നു, അതും പോലീസ് യൂണിഫോമില്. അങ്ങനെ നന്ദു ഹാളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. കല്യാണപ്പെണ്ണ് ഈ വേഷത്തിലോ? ഇങ്ങനെയാണോ മോതിരമാറ്റത്തിന്? നയനെ നവിയൊക്കെ അന്തം വിട്ട് നിൽക്കുവാണ്. കാരണം സാരിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഇപ്പൊ ഉടുത്തിട്ട് ഇറങ്ങി വരാമെന്ന് പറഞ്ഞു വന്ന ജലജ നന്ദുവിനെ നോക്കി ഇങ്ങനെ ഒന്ന് ചിരിച്ചു. കാരണം ജലജ ഒരു കളിയാക്കുന്ന പോലെ ഒരു ചിരിയാണ് നന്ദുവിനെ നോക്കി ചിരിക്കുന്നത്. എന്തേലുമൊക്കെ സംഭവിക്കുന്ന ഒരു ചിന്ത ജലജയുടെ മനസ്സിലുണ്ടായി. ഇവൾ എന്ത് ഭാവിച്ചാന്നറിയില്ലോ. അപ്പോഴേക്കും കനക ചോദിച്ചു, ഇതെന്താ മോളെ ഇങ്ങനെ? നീ ഇതെന്താ, നിന്റെ വിവാഹ നിശ്ചയമാ, നീ എന്താ യൂണിഫോമില്? യൂണിഫോമിലൊക്കെ വരണ്ട വന്നു. അല്ല മോളെ നീ എന്താ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം? നിന്റെ നിശ്ചയമാ, അതിനാ ഞങ്ങൾ ഇവിടെ എല്ലാരും കൂടിയിരിക്കുന്നേ. നന്ദു പറഞ്ഞു, അതെനിക്ക് മനസ്സിലായി, പക്ഷേ അതിനു മുമ്പ് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കേണ്ടതുണ്ട്. കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ? എന്ത് കാര്യങ്ങള്? നേരെ സിയുടെ സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. സാറേ, സാറുമായിട്ടുള്ള നിശ്ചയം എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷേ എങ്കിൽ അങ്ങനെ നിശ്ചയം നടത്തുന്ന സമയത്ത് കെട്ടാൻ പോകുന്ന ചെക്കനെ കുറിച്ച് പെൺവീട്ടുകാർ നന്നായിട്ട് അന്വേഷിക്കണമല്ലോ. എൻ്റെ അച്ഛനും അമ്മയൊക്കെ അന്വേഷിച്ചപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല കുടുംബമാണെന്ന് അറിയാൻ കഴിഞ്ഞത് അവിടെ ഒന്ന് അന്വേഷിച്ചപ്പോൾ. പക്ഷെ അത് പോരല്ലോ, എൻ്റെതായ രീതി ഞാൻ നല്ലൊരു അന്വേഷണം അങ്ങ് നടത്തി. ഇത് കേട്ടപ്പോൾ സിയയുടെ മുഖമൊക്കെ അങ്ങോട്ട് വിളറി വെളുത്തു. സിയയുടെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുവാണ്. അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പല കാര്യങ്ങളും അറിഞ്ഞു. അതിനി ശരിയാണോന്ന് അറിഞ്ഞാൽ മതി. അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു, എന്താ മോളെ ഇതൊക്കെ, നീ ഇതെന്താ? അപ്പോഴേക്കും സച്ചി പറഞ്ഞു, നന്ദു നീ എന്തൊക്കെയാ വിളിച്ചു പറയണേ? ഇത് നമ്മുടെ നിശ്ചയമെന്ന്. നിശ്ചയം അതൊക്കെ നടക്കും സാറേ, സാറിന്ന് അവിടെ മര്യാദയ്ക്ക് നിൽക്കുക. എനിക്ക് ചില കാര്യങ്ങളൊക്കെ വ്യക്തമായ ഉത്തരം കിട്ടിയാൽ മതിയാവുള്ളൂ. അപ്പോഴേക്കും കനക പറഞ്ഞു, മോളെ നന്ദു നീ ഇതെന്തൊക്കെയാ പറയണേ? അമ്മേ, ചില കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണം. എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ, ഒന്നും അറിയത്തില്ല. അത് നിശ്ചയം നടത്തി കല്യാണം നടത്തിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോഴേക്കും നയനയ്ക്കും ആദർശനും ഒക്കെ മനസ്സിലായി നന്ദുവിന്റെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് നന്ദു ഇങ്ങനെ പറയണേ, അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ പറയില്ലല്ലോ. നന്ദു പിന്നീട് പറഞ്ഞു, അതെ നിങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. നിങ്ങളുടെ പേര് മുമ്പ് കേസൊക്കെ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കണം. അപ്പോഴേക്കും സച്ചു പറഞ്ഞു, അത് പിന്നെ ഞാൻ കേസ് മാത്രമല്ല, നിങ്ങളൊരു കല്യാണ വീരനാന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല, സത്യമാണോ എന്ന് ചോദിക്കണം. ഞെട്ടിപ്പോയി. പിന്നെ കുറെ കാര്യങ്ങൾ നന്ദു അങ്ങോട്ടേക്ക് പറഞ്ഞു. അവന്റെ കള്ളത്തരങ്ങളെല്ലാം പറയുവാണ് സച്ചിയുടെ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് ചാടി എഴുന്നേറ്റിട്ട് വന്നിട്ട് അവന്റെ കോളർ അങ്ങോട്ട് കുത്തിപ്പിടിച്ചിട്ട് ചോദിച്ചു, സത്യമാണ്ടാ കേൾക്കണേ? നന്ദു പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോന്ന്. അവനെ നിന്ന് ബപ്പ പേടിക്കും, അവൻ എന്ത് ചെയ്യണമെന്നറിയില്ല.
വല്ലാത്തൊരവസ്ഥയായിപ്പോയി. എടാ, ഇത്ര വലിയ ഫ്രോഡ് തരമൊക്കെ കാണിച്ചിട്ടാണ്ടാ നീ ഈ കുടുംബത്തിലേക്ക് പെണ്ണി ചോദിച്ചോണ്ട് വന്നിരിക്കുന്നേ. സച്ചിയുടെ അച്ഛൻ പറഞ്ഞു, അയ്യോ മോനെ, അവനെയും ചെയ്യില്ലെന്ന് പറയണേ. ചെയ്യല്ലേ പോലും, ഇവന്റെ മൂക്കിടിച്ച് പരത്തുക ചെയ്യണ്ട ഇപ്പം. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, ആദർശേട്ടാ ഇതെനിക്ക് വിട്ടാരും, ഞാൻ കൈകാര്യം ചെയ്തോളാം, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഇങ്ങോട്ട് വാടാന്നും പറഞ്ഞ് അവന്റെ കോളറിനെ അങ്ങോട്ട് കയറി കുത്തിപ്പിടിച്ചു. നീ എന്റെ കല്യാണം കഴിക്കണമല്ലേ? നിന്റെ ഫ്രോഡ് തരമൊക്കെ എനിക്ക് ആദ്യമേ തന്നെ മനസ്സിലായതാ, 2 വെള്ളത്തെ കാലിയാവട്ടുന്ന. പക്ഷേങ്കില് അത് ഒക്കെ അറിയാൻ ഞാൻ കുറച്ച് വൈകിപ്പോയെന്ന് പറയണ. അങ്ങനെ അവനെ കഴുത്തിന് പിടിച്ച് തത്തിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകണം, നേരെ ലോക്കപ്പിലേക്ക് കൊണ്ട് അടയ്ക്കാനായിട്ട്. ഇത്ര വലിയ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചിട്ടല്ലേ അവനിവിടെ നിൽക്കുന്നേ. അവനെ വെറുതെ വിടൂ? ഒരിക്കലും ഇല്ല. അപ്പൊ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം എന്തൊക്കെ സംഭവിക്കുന്ന. ഇനിയിപ്പം ആദർശിന് ബാക്കി എല്ലാവർക്കും മനസ്സിലാവും അവന്റെ കള്ളത്തരമൊക്കെ. അത് മാത്രമല്ല, കനയ്ക്കും ഗോവിന്ദനും ഒരു സമാധാനം ആകുകയും ചെയ്യും. സിഐ ആയിട്ട് കല്യാണം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പാഞ്ഞ് നടന്ന ഒടുവില് അവന് പക്ക ഫ്രോഡാന്നുള്ള കാര്യം അറിഞ്ഞു കഴിയുമ്പത്തിന് അവരാകെപ്പാടെ തകർന്നു പോവാണ്. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ മര്യാദയ്ക്ക് വന്ന് പറഞ്ഞ അനിയായിട്ടുള്ള വിവാഹം. പക്ഷെ അവർക്കപ്പോൾ സമ്മതമായിരുന്നില്ല. ജലജയ്ക്കൊക്കെ നല്ല അടിയെ കിട്ടാൻ പോന്നേ. ജലജയൊക്കെ പ്രതീക്ഷിച്ചിരുന്നേ സിഐ ആയിട്ടുള്ള വിവാഹം നടക്കുവാണെങ്കിൽ തൻ്റെ അബിക്കൊരു കൂട്ടായെന്ന് വിചാരിച്ചിരുന്ന. പക്ഷെ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു മറിഞ്ഞുപോയി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു.